ആര്യങ്കാവയ്യൻ ശരണമയ്യൻ നമ്മളെ പൂജ സമയത്തൊക്കെ ചെയ്തോണ്ടേ എന്നോണ്ട് നല്ല അത്യാവശ്യം തൊഴാനൊക്കെ പറ്റി. ആര്യങ്കാവിന്റെ അമ്പലത്തിന് താഴെയുള്ള ജംഗ്ഷനായിരുന്നു. പക്ഷെ ആര്യങ്കാവ് അമ്പലത്തിലെ ഒരു ദേവി ഉണ്ട് അതിനകത്ത് അല്ലേ? അയ്യപ്പന്റെ അടുത്ത് ശിവലിംഗം ഉണ്ട്. ഒരു ശിവലിംഗം ഉണ്ട്. അത് തിരക്കില്ലാത്ത സമയത്ത് പോവാങ്കിൽ നല്ല സമാധാനമായിട്ട് തൊഴാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഉള്ള പ്രതിഷ്ഠയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ അമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പ് ഇടത്ത സൈഡിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ കൃത്യമായ രൂപം നല്ല ഇതായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അത് തന്നെയല്ല നമ്മൾ ആരെങ്കിലും അമ്പലത്തിനകത്ത് കയറുമ്പോഴേ മറ്റേ സൈഡിൽ തൊഴാമെങ്കിൽ നല്ലതാ. ആ വിഗ്രഹം നല്ലപോലെ കാണാം. ഇടത്ത സൈഡിൽ ഇച്ചിരി അകത്തോട്ട് കറക്റ്റ് സെൻട്രലല്ല ശ്രീകോവിലിന്റെ സെൻട്രലല്ല ആ വിഗ്രഹം ഇരിക്കുന്നത്. പുഷ്കലാദേവിയുടെ സങ്കല്പമാണ് നമ്മൾ ഈ പോകുന്ന അപ്പൊ ഈ മാമ്പഴത്തറ ദേവിയെയാണ് കല്യാണം കഴിക്കാനായിട്ട് ഭഗവാൻ റെഡിയാവുന്നത്. മാമ്പഴത്തറ ദേവി അവിടെ ഘോഷയാത്രയായിട്ട് വരികയും മാമ്പഴത്തറ ദേവിയുടെ ആൾക്കാരായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പെണ്ണിന്റെ ആൾക്കാരായിട്ട് സൗരാഷ്ട്ര ബ്രാഹ്മണസ് അപ്പൊ അവര് വരികയും 2 ദിവസത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി കല്യാണ മണ്ഡപത്തിൽ രണ്ടുപേരും ഇരിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്താണ് ദേവി കല്യാണം കഴിക്കാൻ പറ്റാത്ത സമയമായി എന്നുള്ളൊരു അറിയിപ്പ്. അങ്ങനെ കല്യാണം മുടങ്ങുന്നത്. പിന്നെ അത് ശോകമുഖമായിട്ട് തിരിച്ചു പോവുകയാണ് ഘോഷയാത്ര. അപ്പൊ ആ ദേവിയെ കാണാനാണ് നമ്മൾ ഇന്നിപ്പം പോകുന്നത്. ഞാൻ കുറെ അമ്പലത്തിനെ നിർമ്മാണത്തിൽ ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിൽ ഈ തിരുവിതാംകൂറിലെ തന്നെ വലിയ ഏറ്റവും പഴക്കേറിയ ക്ഷേത്രമാണ്. 1500 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്ന് പറയുന്നത്. നമ്മള് തിരിച്ചിങ്ങോട്ട് വരില്ല, വരുമ്പോ കഴുതുരുട്ടിന്ന് വലത്തോട്ട് കയറിപ്പോ. അതുപോലെ ഈ ആര്യങ്കാവ് നമ്മള് പിന്നെ തമിഴ്നാട്ടിൽ പോകത്തല്ലേ, എസ് കോളേജിന് മുമ്പ് ഇപ്പോഴത്തെ കറുപ്പസ്വാമി ക്ഷേത്രമുണ്ട്. ആര്യങ്കാവ് ദേവന്റെ ഒരു സഹായിയാണ് ഈ കറുപ്പസ്വാമി. അദ്ദേഹത്തെ വണങ്ങിയിട്ട് വേണം നമ്മൾ കേരളത്തിലോട്ട് കയറാൻ. അയ്യപ്പ സീസണിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാ കഴുതുരുട്ടി എന്ന് പറയുന്നത്. കഴുതുരുട്ടി എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞത്? വലത്തോട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വലത്തോട്ട്. ഇതാണ് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലം. കഴുതുരുട്ടി അണ്ടർ ബ്രിഡ്ജ് ഈ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതിന്റെ അണ്ടർ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്.